Eastern salt and pepper. Bum 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 bum. Hi, Swagatham. Eastern salt and pepper presented by Romana Drinking Water. അപ്പോൾ ഇന്ന് ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ യാത്ര എവിടെയാണ് എത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഡെസ്റ്റിനേഷൻ പ്ലേസ് ആണ് കോവളം. കോവളത്തിനും വിഴിഞ്ഞത്തിനും അടുത്തുള്ള ആഴാകുളം എന്ന സ്ഥലത്താണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ആഴാകുളത്ത് എവിടെ എന്ന് ചോദിച്ചാൽ കരിമ്പുലി റെസ്റ്റോറൻറ്റ്. ഇതാണ് സത്യത്തിൽ വിഴിഞ്ഞത്തൊക്കെ ഫിഷിങ്ങിനൊക്കെ പോകുന്ന, വിഴിഞ്ഞത്തല്ല കടലിൽ ഫിഷിങ്ങിന് പോകുന്ന ആ വലിയ വെള്ളമാണ് കേട്ടോ ഈ ഇരിക്കുന്നത്. ഹായ് മാം. ഹായ് പ്രദീപ്. കൊള്ളാം കേട്ടോ. ഞാനിവിടുത്തെ ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കുകയായിരുന്നു. ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മാഡം, ഈ ഹോട്ടൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കരിമ്പുലി എന്ന പേരാണ്. ഈ പേരും ഈ കഥയൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ? കരിമ്പുലി എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു 100 പുലി ഉണ്ടാകുമ്പോഴാണ് അതിലൊരു പുലി കരിമ്പുലിയായിട്ട് ജനിക്കുന്നത്. എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? ഇത് ഞങ്ങൾ കരിമ്പുലി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 1 year ആയി. പക്ഷേ ഇവിടെ ഇപ്പോൾ വന്നിട്ട് ഇപ്പം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 1 month ആയിട്ടുള്ളൂ. കാരണം ആദ്യം ജഗതിയിലായിരുന്നു, ജഗതിയിൽ നിന്ന് മാറി ഇവിടെ വന്നു. പിന്നെ ഇവിടെ ഒരു 3 മാസം ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം എടുത്തായിരുന്നു. എങ്കിലും ഫുൾ ഫിനിഷ് ആയിട്ടില്ല. ഇപ്പോൾ കോവളത്തുനിന്ന് ഇവിടെ റീച്ച് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് വരേണ്ടത്? കോവളം ജംഗ്ഷനിൽ നിന്ന് ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡ് ഉണ്ട്, ആഴാകുളം ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ കരിമ്പുലി റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ ഷെഫ് ആരാണ്? ഞാൻ തന്നെ. മേഡമാണോ? അതെ. അപ്പൊ നമുക്ക് നേരെ അങ്ങ് കുക്കിംഗ് തുടങ്ങിയല്ലോ. ബാക്കി കാര്യങ്ങളൊക്കെ അന്നേരം സംസാരിക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ സമയം കൊണ്ട് ഈ ഹോട്ടലിന്റെ ഈ റെസ്റ്റോറന്റ് കരിമ്പുലിയുടെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു വന്നോളൂ. ഒരുപാട് കൗതുക കാഴ്ചകളുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ലൈവ് വേൾഡ് കപ്പിന്റെ ലൈവ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇതൊക്കെ ലൈവ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു വന്നോളൂ. അപ്പോഴേക്കും മാഡം ഒന്ന് റെഡിയായി വരട്ടെ. നമ്മൾ പോയി മറ്റേ കിച്ചണൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയായി വരാം. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു അല്ലേ, കരിമ്പുലിയിലെ വിശേഷങ്ങളൊക്കെ. ഇനി ശരിക്കും ഇവിടുത്തെ യഥാർത്ഥ രുചിയുടെ വിശേഷമാണ്. അപ്പോൾ എന്താ നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോണേ? കാന്താരി താറാവ്. കാന്താരി താറാവ്. അതെ. അപ്പോൾ ഇതിൽ എന്തൊക്കെയാ വേണ്ടത്? കാന്താരി മുളക് എന്തായാലും വേണം. പിന്നെ കാന്താരി മുളക് വേണം. ചെറിയ ഉള്ളിയാണ് യൂസ് ചെയ്യുന്നത്, മോളനിയൻ. പിന്നെ പട്ട ഇടുന്നുണ്ട്, ജാതിപത്രി ഇടുന്നുണ്ട്, പെരിഞ്ജീരകമാണ് യൂസ് ചെയ്യുന്നത്, ഇഞ്ചി, ഗ്രാമ്പു, പച്ചമുളക്, എണ്ണയുണ്ട്, തേങ്ങാപ്പാൽ, പുതിന, മല്ലിയില, കറിവേപ്പ്, പ്രിങ്ങോനിയില, രമ്പയില, ഇത്രയും ഇതിൽ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. എങ്ങനെയാ ആദ്യം ഇതിന്റെ ഒരു സ്റ്റെപ്പ്? ആദ്യം നമുക്ക് കത്തിക്കാം. ഇത് വറ്റുന്ന സമയത്ത് കുറച്ച് വെളുത്തുള്ളി ഇടിക്കണം. ഫസ്റ്റ് ഓയിൽ ഒഴിക്കുമ്പോൾ ഈ ഓയിലിനകത്ത് വേറെ ഈ വെളുത്തുള്ളിയുടെ ആ ഒരു ഫ്ലേവർ വേണം അല്ലേ? ഈ സ്ത്രീകൾ കുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ താറാവിന്റെ ക്വാണ്ടിറ്റി എത്രയുണ്ടാവും ഏകദേശം? താറാവ് വന്നിട്ട് ഒരു 1.5 കിലോ താറാവിന്റെ മീറ്റ് ഉണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകളാണ് ഇനി ചേർക്കാൻ പോണ. എണ്ണ കണ്ടായിരുന്നു, 3 തവി ഒഴിച്ചല്ലേ? സാധാരണ ദിവസങ്ങളിലും രാഖിയാണോ ഇവിടെ കുക്ക് ചെയ്യുന്നത്? അല്ല, ഞാൻ തന്നെയാണ്. ആണോ? ഇതല്ല, പിന്നെ നിങ്ങളുടെ കിച്ചൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓപ്പൺ കിച്ചൺ അല്ലേ? വരുന്നവർക്ക് കിച്ചൺ രഹസ്യമല്ല കേട്ടോ. നമ്മൾ കഴിക്കുന്നതിന്റെ സെൻട്രലായിട്ടാണ് നമുക്ക് ചുറ്റും ഇരുന്ന് കഴിക്കാം. കിച്ചന്റെ നമ്മൾ അടുക്കളയിലിരുന്ന് വീട്ടിലിരുന്ന് കഴിക്കുന്ന അതേ വിശ്വാസതയോടെ. വെളുത്തുള്ളി ഇട്ടു. ഇഞ്ചി 4-5 വെളുത്തുള്ളി, പിന്നെ ഒരു ഇത്രയുള്ള ഒരു പീസ് ഇഞ്ചി. ഇതിങ്ങനെ കട്ട് ചെയ്യുന്നത് ഇഞ്ചിയുടെ ജ്യൂസ് കിട്ടാൻ വേണ്ടിട്ടല്ലേ? ഇനി അടുത്തിടുന്നത് കറുകപ്പട്ട. ഇനി അടുത്ത് ജാതിപത്രി, ചെറിയ ഉള്ളിയുടെ കൂടെ സവാള ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളിക്ക് മധുരം കൂടുതലാണ്.
ചെറിയ ഉള്ളി മാത്രമാണെങ്കിൽ. അപ്പോൾ ഇതിനൊരു കുറച്ച് സവാള കൂടെ ആഡ് ചെയ്യും. അതല്ല, അപ്പോൾ മധുരം തീരെ ഒരുപാട് ഉണ്ടാവില്ല അല്ലേ? ആ, മധുരം ഉണ്ടാവില്ല. ഇത് ഏകദേശം ഉള്ളി പാകമായി കഴിഞ്ഞ് അപ്പം നമുക്കിനി അടുത്ത് ഇത് യൂസ് ചെയ്യാം, നമ്മുടെ സവാള. അപ്പൊ നമ്മളിപ്പോ ഇതിൽ എന്തൊക്കെയാ ഇട്ടത്? 2 തക്കാളി, പിന്നെ നമ്മുടെ ഈ മുളകുണ്ടല്ലോ, ഇത് തൊണ്ടൻ മുളക് എന്ന് തിരുവനന്തപുരത്ത് പറയും. തൊണ്ടൻ മുളക് എത്രയാണോ ഇട്ടു? തൊണ്ടൻ മുളക് 3. ഒരു 3 എണ്ണം ഇട്ടു. പിന്നെ അടുത്ത് നമുക്ക് ഉപ്പിടാം. ഇപ്പൊ ഉപ്പിടുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ മിക്സ് ചെയ്തില്ലേ, ഇതെല്ലാം കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കണം. ഈ മസാലയിൽ കൂടെ ഉപ്പ് വേണം. പിന്നെ അത് കഴിഞ്ഞിട്ട് മീറ്റ് ഇടുമ്പോൾ രണ്ടാമത് ഇടുന്നുണ്ട്. ഇതിപ്പോൾ ഈ കാന്താരി താറാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ ഈ പച്ച സാധനങ്ങളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, പച്ച കളർ. അപ്പോൾ ഇതിലെല്ലാം ഒരു പച്ച ചുവയുടെ ടേസ്റ്റ് വരും. അപ്പോൾ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വറ്റൽ മുളകുണ്ടല്ലോ, ഈ മുളക് കുറച്ച്. അടുത്ത നേരെ നമ്മൾ ചേർക്കാൻ പോകുന്നത് സ്പ്രിംഗ് ഓണിയൻ. മല്ലിയില ഇത്രയുണ്ടോ? അങ്ങനെ ഒരു പിടി മല്ലിയില അതിലേക്ക് ചേർക്കുകയാണ്. കാന്താരി ചതച്ചായിരുന്നോ? കാന്താരി ചതയ്ക്കാം. ഇത് നന്നായിട്ട് ചതയ്ക്കണോ? നേരത്തെ ആ വെളുത്തുള്ളി ചതച്ചത് ജസ്റ്റ്. പിന്നെ നമ്മുടെ ഏറ്റവും അത്യാവശ്യം കറി ലീഫ്. ഇതിന്റെ ഗുണത്തിന് എത്ര വേറെ ഒന്നും. എന്താണ് അതിന്റെ 2 ഗുണം പറഞ്ഞുതരാമോ? കറിവേപ്പില. ഇത് വിരയുടെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകില്ല. പിന്നെ ഏറ്റവും രുചി സമ്മാനിക്കുന്നതും കറിവേപ്പിലയാണ്. ഓക്കെ, ഇനി നമുക്ക് മീറ്റിലേക്ക് പോകണം. താറാവ് ഏതാണ്ട് 1.5 കിലോ താറാവ് വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് എത്ര സമയത്തോളം ഇളക്കണം? ഇത് ജസ്റ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്ത് മഞ്ഞൾ. ഇത് വന്നിട്ട് നമ്മുടെ കുരുമുളക്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കുറെ കാഴ്ചകൾ ഇനി ഇവിടെ ഇങ്ങനെ എല്ലാം ഉണ്ട്, നമ്മളത് അറിഞ്ഞില്ലല്ലോ എന്ന്. അതിതാ കണ്ടോളൂ, ഈ കയ്യിലിരിക്കുന്നത് അരച്ച് വെച്ചിരിക്കുന്ന ഒരു കൂട്ടാണ്. അതിൽ എന്തൊക്കെയാ ചേർത്തെന്ന് ഇപ്പൊ പറയും. പച്ചമുളകുണ്ട്, കാന്താരി കുറച്ചുണ്ട്, പിന്നെ പെരുംജീരകമുണ്ട്, പിന്നെ വെളുത്തുള്ളിയുണ്ട്, ഗ്രാമ്പു ഇടുന്നുണ്ട്, പിന്നെ നമ്മുടെ പെപ്പർ ഒരു 2 ഏലക്ക ഇടുന്നുണ്ട്, ജാതിപത്രി. ഇതിൽ മെയിനായിട്ട് കൂടുതൽ യൂസ് ചെയ്യുന്നത് കാന്താരി കുറച്ച് കൂടുതൽ. അടുത്ത് കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഉപ്പൊന്നും ടേസ്റ്റ് ചെയ്തൊന്നും നോക്കണില്ല കേട്ടോ, ആ മണം നോക്കിയിട്ട് പറയാണ് ഉപ്പ് കുറവുണ്ട്. സ്മെല്ല് ഉപ്പ് അറിയാൻ പറ്റൂല്ലേ? ഇത് രമ്പേല. ഓക്കെ. ഇനി ഇതില് നമ്മുടെ ഈ പച്ച സാധനങ്ങളല്ലേ നമ്മൾ യൂസ് ചെയ്ത്, കുറച്ച് ഇതിന്റെ ഒരു ടേസ്റ്റ് മാറാനായിട്ട് കുറച്ചൊരു നുള്ള്, ഇത്രയും എന്റെ കൈ കണ്ടോ, ഈ ഒരു ഇത് മാറണം. ഇനി എന്തെങ്കിലും ഐഡിയ ആണോ? ഇനി ലാസ്റ്റ് ഇത് നന്നായിട്ട് മൂടി വെക്കും. മൂടി വെച്ചിട്ട് ലാസ്റ്റാണ് നമ്മുടെ തേങ്ങാപ്പാൽ. തേങ്ങാപ്പാൽ തന്നെ ലാസ്റ്റ്, കാരണം ഇതൊന്ന് കുക്കാവാനുണ്ട് കുറച്ച്. അപ്പോ ഇനി ഈ വെള്ളമൊക്കെ വറ്റി വരണ്ടേ? അതെ. അപ്പൊ ഇത് ഈ വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് വേഗം വേണ്ടേ? അല്ല, ഇതിന്റെ ഒരു ആവിയിൽ തന്നെ അത് വേഗണം. ഇത് ഇനി പുറത്തു പോകാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ ആവിയിൽ നിന്ന് വേണം. ഇതിന്റെ അടപ്പ് നേരത്തെ പറഞ്ഞല്ലോ, ഇതിനെ അടച്ചു വെക്കുന്നത്
അത് കാണാം നമുക്ക്. ഇതേ അടപ്പ്. ഓക്കെ, അങ്ങനെ നമ്മുടെ കാന്താരി താറാവ് കറി. ഇതൊന്ന് എത്ര സമയം എടുക്കും ഇനി? ഇതൊന്ന് തീ കുറച്ച് വെക്കണം. ഇനി ഇതൊന്ന് സെറ്റ് ആകാൻ എത്ര ടൈം എടുക്കും? ഇതൊരു 10 മിനിറ്റ് മതി. അപ്പൊ ഇനി ഞാൻ പറഞ്ഞോട്ടെ, നേരത്തെ ഞാനൊരു സർപ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതങ്ങ് തുടങ്ങിയാലോ? ഇത് വെന്ത് വരാനായിട്ട് കുറച്ച് ടൈമില്ലേ, ആ സമയത്ത് നമുക്ക് ഒരു ഡിഷും കൂടെ, നമുക്കൊരു കുഞ്ഞു മുയലായാലും. കുഞ്ഞു മുയൽ. ഇതുവരെ സോൾട്ട് ആൻഡ് പെപ്പറിൽ മുയൽ ഡിഷ് വന്നിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് മുയൽ കരിമ്പുലി സ്പെഷ്യൽ നമ്മുടെ മുയൽ പിരട്ട്. ചേട്ടാ, നമുക്ക് ഇതിനെടുത്ത് ഇതിന്റെ ശകലം ഒന്ന് തീ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിനെടുത്ത് ഇവിടെ വെക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ മുയൽ. മുയലുണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് പറയാൻ വിട്ടുപോയി, ഒന്ന് പറയാമോ എന്തൊക്കെയാ വേണ്ടത്? വെളുത്തുള്ളി, കുറച്ച് കാന്താരി മുളക്, ഇഞ്ചി, ഗ്രാമ്പു, ചെറിയ ഉള്ളി, തക്കാളി. അപ്പൊ ഇത്ര ഇൻഗ്രീഡിയൻസ് വേണം അല്ലേ? പതിവുപോലെ ഈ വെളുത്തുള്ളി എണ്ണയിലോട്ട് വെക്കുകയാണ്. അത് എന്താണെന്ന് പഠിച്ചല്ലോ. ആ വെളുത്തുള്ളിയുടെ ഒരു എന്താണ് ഫ്ലേവർഫുള്ള് ആ എണ്ണയിലോട്ട് ഇഴുകി ചേരണം. അതിലേക്കാണ് ആദ്യമേ വെളുത്തുള്ളി ചേർക്കുന്നത്. കടുകല്ല ആദ്യം ചേർത്തത്. വെളുത്തുള്ളി, ഇഞ്ചി. ഇപ്പൊ എന്താ ചേർത്തത്? ജാതിപത്രി. അത് എത്ര? ഒരു ഇതളാണോ? 2 രണ്ടെണ്ണം. നേരത്തെ ഒരെണ്ണം ചേർത്തുള്ളൂ. അപ്പൊ പറഞ്ഞ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇത് വരും. പക്ഷെ മുയലല്ലേ, വയറ് കറക്റ്റ് ആയിരിക്കണ്ടേ. അപ്പൊ മുയൽ കറി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എനിക്കിപ്പോ പിടികിട്ടി, നല്ല മസാല ചേർക്കണം. അതിലോ ക്ലീനിങ് മസ്റ്റ്. അതിന്റെ രോമം ഒന്നും ഉണ്ടാവാൻ പാടില്ല. മുയലിറച്ചിയെ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു രോമം പോലും ഉണ്ടാവാൻ പാടില്ല. നേരത്തെ രാഖി പറഞ്ഞായിരുന്നു. കുറച്ച് ഗ്രാമ്പു. ഇത് കുറച്ച് പച്ച കുരുമുളകാണ്. കുരുമുളക് ചതച്ചിടണം. ഒരു 10-15 കുരുമുളക് എണ്ണയാണ്. കുരുമുളക് കൂടുതൽ ഇട്ടു എന്ന് പറഞ്ഞ് നല്ലതാണ്. നല്ലതാണ്. ഇനി അടുത്ത് നമുക്ക് ഇതിൽ ഏറ്റവും താമസം ചെറിയ ഉള്ളിയാണ്. സവാള കുറച്ച്, അതായത് ഇതിന് ഈ സവാളയും കയ്യിൽ വെച്ചാണ് കട്ട് ചെയ്ത് കേട്ടോ. അതായത് ഒരു നമ്മൾ സാധാരണ കട്ട് ചെയ്യാനായിട്ട് ഒരു സാധനം വെക്കുമല്ലോ, ഒരു കട്ടിംഗ് ബോർഡ്, അതൊന്നും ഉപയോഗിച്ചല്ല. കയ്യിൽ വെച്ചിട്ടാകുമ്പോഴേ ഇങ്ങനെ വിതറി കറക്റ്റ് ചെയ്ത് വരും, അല്ലെങ്കിൽ അടിഞ്ഞാ വരുന്നത്. ഇതിൽ ജ്യൂസ് കൂടുതലായിരിക്കും. ചെറിയ ഉള്ളി ഒരു 100 ഗ്രാം ഇട്ടെങ്കിൽ ഇത് അതിന്റെ ഒരു പകുതി. വറ്റൽ മുളക്. അടുത്ത് വറ്റൽ മുളക് വേണം. ഇപ്പൊ തക്കാളി അരിഞ്ഞിടുകയാണ്. 2 തക്കാളി. തക്കാളിയുടെ ഒരു റോളെന്ന് പറഞ്ഞാൽ ശകലം പുളിയും കൂടെ സമ്മാനിക്കും അല്ലേ? അപ്പൊ അതേ വറ്റൽ മുളക്. അത് വാങ്ങാനായിട്ട് എന്ത് ബഹുമാനത്തോടെ നിൽക്കണം. ആ അമ്പലത്തിൽ പോകുന്നതിന്റെ ഒരു ശീലം. അതേ കൈയൊക്കെ നോക്കിക്കണം. പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഇപ്പൊ ചേട്ടാ നമുക്കിനി ഒരു ഉപ്പിടാം. വറ്റൽ മുളക് ഇട്ടു. ഇനി ഉപ്പിടാം. ഇതിനിടയ്ക്ക് ഇതില് എത്തി നോക്കേണ്ടതുണ്ടോ? ഇല്ല, കരിഞ്ഞ സ്മെല്ലൊന്നും വരുന്നില്ലല്ലോ. ഇല്ല, വന്നില്ല. നല്ല സ്മെല്ല്. കറക്റ്റ്. മഞ്ഞൾ എടുക്കാം. മഞ്ഞൾ. ഇതിലും ഇപ്പൊ നമ്മൾ ആ മുളക് പൊടി വിതറിയത് നേരത്തെ അതേ പർപ്പസ് തന്നെയാണ്. അല്ല, ഇതില് മുളക് പൊടി അങ്ങനെ അല്ലല്ലോ. ശരിക്കും ഇതിൽ കുറച്ച് ശരിക്കും ആവശ്യത്തിന് ഇതേ കളർ കണ്ടോ. നമ്മൾ അതിൽ ആഡ് ചെയ്യാത്ത ഒരു സാധനമാണ് പുതിന. പുതിന ലീഫ് അരിഞ്ഞ് തന്നെ ഇടണം. നമ്മൾ ചീരയൊക്കെ അരിയുന്ന കണക്ക്. ഇനി നമുക്ക് കറിവേപ്പ്. ഓക്കെ, ഇനി നമുക്ക് മല്ലിയില എടുക്കാം. ഇനി അടുത്ത് മസാല കൂട്ട്. എല്ലാം നേരത്തെ പറഞ്ഞ അതേ, എല്ലാം സമമാണ്. അതില് ജാതിപത്രി മാത്രം 1, പിന്നെ ഏലക്ക ഒരു 2-3. നമുക്ക് മീറ്റ് ഇടാം. കണ്ടോ, സായിപ്പൊക്കെ ഇപ്പൊ വന്നിട്ട് കൈകൊണ്ട് കഴിക്കണം. നമ്മള് ഇപ്പൊ പല വീടുകളിലും പിള്ളേരൊക്കെ കത്തിയും മുള്ളും ഉപയോഗിച്ചു തുടങ്ങി. ഇവിടെയാണെങ്കിൽ നല്ല ആരോഗ്യത്തെക്കുറിച്ച് വാചാലമായിട്ട് സംസാരിക്കുന്ന ഷെഫാണെങ്കിൽ എല്ലാം കൈകൊണ്ടാണ്.
ഏകദേശം ഒരു 3/4 കിലോയോളം വരും. ആ മുയൽ അതിലോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇവിടെ എല്ലാം ഡ്രൈ ആയിട്ട് അതിൻ്റെ ജ്യൂസും ഇതെല്ലാം ആഡ് ചെയ്തതാണ്. നല്ല മണം വരുന്നുണ്ട്. ഇതിന്റെ ടേസ്റ്റ് എനിക്ക് അറിയേണ്ടത്. ഇപ്പൊ പകുതിയെ ചേർത്തിട്ടുള്ളൂ, കുറച്ചുകൂടെ ചേരുവ ചേർക്കാനുണ്ട്. ഇത് നമ്മുടെ ഇതിൽ ഒഴിക്കുന്ന ഓയിൽ എന്ന് പറഞ്ഞാൽ സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. കൊളസ്ട്രോളിന് കുഴപ്പമില്ല. അപ്പോൾ ഇതിനി കുറച്ച് നമുക്കിങ്ങനെ, അതായത് ചട്ടി അടുക്കി പിടിക്കാണ്ടിരിക്കാൻ ഈ എണ്ണ യൂസ് ചെയ്യുന്നു. ഓക്കെ പ്രദീപേട്ട, ഇനി നമുക്കിത് അടച്ചു വെക്കാം. അപ്പൊ ഇത് അടച്ചു അല്ലേ? ഓക്കെ. ഇനി ഇത് തുറക്കാവോ? ഇത് നമുക്ക് തുറക്കാം. ഒരെണ്ണം അടച്ചപ്പോ വേറെ കാരണം ഒരു വഴി അടയുമ്പോ മറ്റൊരു വഴി തുറക്കും എന്നൊക്കെ പറയും പോലെ. തേങ്ങാപ്പാൽ ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ 2 വിഭവം തയ്യാറായിട്ടുണ്ട്. ഒന്ന് നമ്മുടെ കാന്താരി മുളക് ഇട്ട് വെച്ച താറാവ്, പിന്നെ കരിമ്പുലി സ്പെഷ്യൽ മുയൽ പുരട്ട്. അപ്പോൾ രണ്ടും തയ്യാറായല്ലേ? നമുക്ക് രണ്ടും പ്ലേറ്റ് ചെയ്താലോ? ഓക്കെ. മുയൽ റെഡി ആയിട്ടുണ്ട്. മുയലും റെഡി ആയിട്ടുണ്ട്. ഒരു കൈയിൽ താറാവ്, മറു കൈയിൽ മുയൽ. രണ്ടും എനിക്ക് കിട്ടി. ആദ്യം നിങ്ങളിതൊന്ന് കണ്ടോളൂ. കരിമ്പുലി സ്പെഷ്യൽ മുയൽ പുരട്ടാണ്. അടുത്തത് കൂടെ നോക്കട്ടെ. കാന്താരി താറാവ്. കിടിലം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഇതിന്റെ കളർ ഭയങ്കര ഗ്രീൻ കളർ ആയതുകൊണ്ട് ഇത്തിരി എന്താണ്, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർക്കൊക്കെ, ചിലപ്പോൾ നെഞ്ചരിച്ചിലുള്ളവർക്കൊക്കെ ചുവന്ന ഭക്ഷണം കണ്ടാലേ ഒരു അലർജി തോന്നുന്നു. കാഴ്ചയിൽ തന്നെ എരിവുണ്ട് കേട്ടോ, പക്ഷെ അമിതമല്ല. ഞാൻ എരിവ് നന്നായിട്ട് കഴിക്കുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി മറ്റേ മുയലിനെ കുറിച്ച് ഞാൻ പറഞ്ഞോട്ടെ. മുയലിനെ കുറിച്ച് ഞാൻ എന്ത് പറയാൻ, ആദ്യമായിട്ടാ കഴിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ല കമ്പയർ ചെയ്യാനായിട്ട്. പക്ഷേ എനിക്കൊന്നും പറയാൻ വയ്യേ. ഇത്രയും മനോഹരമായി അമ്മൂമ്മമാരുടെ കയ്യിൽ നിന്ന് അടി കൊണ്ട് കുക്കിംഗ് പഠിച്ച ഒരു പെൺകുട്ടിയായി നിൽക്കുന്ന അയാളുടെ അടുത്ത് വന്നിട്ട് ഞാൻ ഇതിനെ കുറ്റം പറഞ്ഞിട്ട് പോയാൽ എനിക്ക് ഈ ജമ്മത്ത് സ്വന്തമായിട്ട് കിടന്ന്, അതല്ലെങ്കിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? അത്ര എക്സലന്റ് ആയിട്ടുണ്ട്. ഇത്രയൊക്കെ രുചിയൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഞാനും ഒരു പുലിയായിട്ട് തന്നെയാണ് ഇന്നിവിടെ പോകുന്നത്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ പ്രസന്റഡ് ബൈ റൊമാന ഡ്രിങ്കിങ് വാട്ടർ. തൽക്കാലം ടാറ്റ, ബൈ ബൈ.